അങ്ങനെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഇതാ വീണ്ടും വാഹനങ്ങളെ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഒത്തിരി വാഹനങ്ങളാണ് കഴിഞ്ഞ ദിവസം നമുക്ക് സ്റ്റോക്ക് കയറിയിട്ടുള്ളത്. അതിൽപ്പെട്ട 2 കിടിലൻ വാഹനങ്ങൾ. ആദ്യം വരുന്നത് ഹ്യൂണ്ടൈൻ്റെ വെന്യൂ എന്നൊരു വാഹനം, ഹ്യൂണ്ടൈൻ്റെ എക്സ്റ്റർ എന്ന വാഹനം. വെന്യൂ എന്ന വാഹനത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ DCT ടർബോ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനമാണ്. കാല് വെച്ച് കഴിഞ്ഞാൽ പറക്കുന്ന ഒരു മെഷീൻ, അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ലഭിക്കുന്ന, യാത്രാ കംഫർട്ട് ലഭിക്കുന്ന ഒരു വാഹനം. 2020 മോഡലിൽ നിൽക്കുന്ന SX പ്ലസ് ടർബോ എന്ന ഏറ്റവും ടോപ്പ് എൻ്റെ പേരിൽ നിൽക്കുന്ന വെറും 49,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തുള്ള ഒരു അടിപൊളി വാഹനം. KL11 കാലിക്കറ്റ് രജിസ്ട്രേഷൻ 19 ഫാൻസി നമ്പറൊക്കെ വരുന്ന വാഹനം. SX പ്ലസ് ടർബോ എന്ന എഞ്ചിൻ ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. അലോയ് വീൽസ് വരുന്നു, പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നു, ഡയലൈറ്റ് റണ്ണിംഗ് ലാമ്പ് വരുന്നു, അതുപോലെ മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, കീലെസ് എൻട്രി, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയിട്ട് എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു കിടിലൻ ഐറ്റം. ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് പെർഫോമൻസിന് യാതൊരു കുറവും ലഭിക്കില്ല എന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്രത്യേകത സാധനം ഇവിടെ എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ഒരു വാഹനത്തിനകത്ത് കാണുന്നത്. അപ്പോൾ അത് എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത്. വർക്കിംഗ് അല്ല എന്ന് തോന്നുന്നു, കാരണം കീ കൊടുത്തിട്ട് ഒരു നോബൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ ഫാൻ്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക് AC, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, എയർ ബാഗും, ABS-ഉം ഹാൻഡ് റെസ്റ്റും തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന DCT ടർബോ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. എസ്പെഷ്യലി സൺറൂഫ് അടക്കം വരുന്നു. ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം ഒരു വാഹന പ്രേമിയെ സംബന്ധിച്ചിടത്തോളം. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ഏകദേശം ഒരു 13 to 15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ്. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. വെന്യൂ SX ടർബോ എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ആ ബാക്ക് പ്രൊഫൈലിൽ ആ ടെയിൽ ഗേറ്റിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ആ 2 ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ടെയിൽ ലൈറ്റുകൾ ആ ഒരു താഴെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഇന്റീരിയറും എക്സ്റ്റീരിയറും ഫ്രണ്ടും ബാക്കും എല്ലാം നല്ലൊരു ക്ലാസ് ഫീൽ ലഭിക്കുന്ന ഒരു പ്രീമിയം ലെവൽ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വാഹനം. അത് കോമ്പാക്ട് SUV സെഗ്മെന്റ് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റുള്ള ഒരു അടിപൊളി വാഹനം. വാഹനത്തിൽ നമുക്ക് 8,95,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് 8 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി നേരെ ബാക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഹ്യൂണ്ടൈൻ്റെ എക്സ്റ്റർ, അതും 2023 മോഡൽ നിൽക്കുന്ന വെറും 10,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. ഷോറൂമിൽ നിന്ന് അറിയാതെ ഈ കണ്ടീഷനിൽ നിൽക്കുന്നു. ഈ എക്സ്റ്ററിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ബോണറ്റിന്റെ അറ്റം വരെ നമുക്ക് കണ്ടുകൊണ്ട് ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ലേഡീസൊക്കെ എസ്പെഷ്യലി വാഹനം എടുത്ത് അല്ലെങ്കിൽ പുതുതായിട്ടൊക്കെ വാഹനങ്ങൾ എടുത്ത് തുടങ്ങുന്നവർക്ക് നമുക്ക് സുഖസുന്ദരമായിട്ട് ഹൈറ്റിൽ നിന്നൊരു ജീപ്പ് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീലിൽ ഈ ഒരു വാഹനം ഓടിക്കാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യൻ ഭാഗത്തിന്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിയോസിനായിട്ട് സാദൃശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു 90% അല്ലെങ്കിൽ 95% ഭാഗങ്ങൾ നിൽക്കുന്നത് സ്റ്റിയറിംഗ് വീൽ ആയിക്കോട്ടെ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിക്കോട്ടെ, ഈവൺ ആ ഒരു ഗ്രാഫിക് ഡിസൈൻ പോലെ കളറിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട് എന്നല്ലാതെ കാര്യപ്പെട്ട നിയോസ് തന്നെ എന്ന് പറയാൻ പറ്റും. 95% ഈവൺ AC വിൻസ് കാര്യങ്ങൾ എല്ലാം ഓൾമോസ്റ്റ് നിയോസിനായിട്ട് കമ്പയർ ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. നിയോസിന്റെ ആ ഒരു സാദൃശ്യം നിലനിർത്തിയിട്ടുണ്ട്. ആ ഒരു സീറ്റിന്റെ ഒരു കവറിംഗ് ഡിസൈൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ആയി പോയി. ഒരു ബ്ലാക്കിന്റെയും ഒരു ഗ്രേന്റെയും ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. മാനുവൽ ഗിയർ ബോക്സിൽ പെട്രോൾ എഞ്ചിൻ 1.2 കാപ്പ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്തും യൂസ് ചെയ്തിട്ടുള്ളത്. കാപ്പ എഞ്ചിൻ ആയതുകൊണ്ട് ഏകദേശം ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. എസ് എന്ന വേരിയന്റിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. 2023 8 മാസമാണ് ഈ ഒരു വാഹനം ഡെലിവറി എടുത്തിട്ടുള്ളത്. ഓഗസ്റ്റ് മാസമാണ്. അപ്പോൾ ജസ്റ്റ് 1.5 ഇയർ ആയിട്ടുള്ള ഈ ഒരു വാഹനം നിരത്തിൽ ഇറങ്ങിയിട്ട് 2023 സിംഗിൾ ഓണർഷിപ്പിൽ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL18 കാലിക്കറ്റ് വടകര രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ്. ഒരു ക്യൂട്ടായിട്ട് എക്സ്റ്റർ എന്നുള്ള ഒരു ബാഡ്ജിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ ക്യൂട്ടായിട്ട് ഈ ഒരു ഗ്രില്ലിന്റെ ഒരു പോർഷൻ, ഈ ഒരറ്റം വരെ നീണ്ടു നിൽക്കുന്നതിൽ ഒരു 4 ലൈനിങ് നിൽക്കുന്ന ഒരു അടിപൊളി ഡിസൈനിൽ നിൽക്കുന്ന ഒരു ഗ്രില്ല്, അതൊക്കെ തന്നെ ഈ എക്സ്റ്റർ എന്ന വാഹനത്തിനും എസ്പെഷ്യലി ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇത് ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണെങ്കിൽ ഒന്നും കൂടി ഇതിന് ആവശ്യക്കാർ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ എനിക്ക് 7 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി 2023 മോഡൽ നിൽക്കുന്ന വാഹനമാണിത്. ഓൾമോസ്റ്റ് 6.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ 2 ഹ്യൂണ്ടൈൻ്റെ മാനുവൽ ഗിയർ ബോക്സിൽ നിൽക്കുന്നതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്നതും SUV കോമ്പാക്ട് SUV സെഗ്മെന്റ് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരു DCT ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്ന ഹ്യൂണ്ടൈൻ്റെ വെന്യൂ എന്ന വാഹനം, മാനുവൽ ഗിയർ ബോക്സിൽ നിൽക്കുന്ന ഒരു ഹ്യൂണ്ടൈൻ്റെ എക്സ്റ്റർ എന്ന വാഹനം. വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസും മറ്റും ബുക്കിങ്ങിനും ആവശ്യമായിട്ടുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ, പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.